കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെ ഒരു കോടതി മുറിയിൽ ഒരു സ്ത്രീ അവരുടെ കയ്യിൽ വിലങ്ങ് വെച്ചിരുന്നു. ആ സ്ത്രീ അവിടെ കോടതി മുറിക്കകത്ത് പ്രസവിച്ചു. വാസ്തവം പറഞ്ഞാൽ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തോന്നുന്നത്. അമേരിക്ക പോലെ ഇത്രയും ജനാധിപത്യവും അതുപോലെ തന്നെ ഇത്രയും സാമൂഹ്യ ക്ഷേമ പദ്ധതികളും ഉള്ളൊരു രാജ്യത്ത്, പിന്നെ ഏറ്റവും പരിഷ്കൃത ജനത താമസിക്കുന്നു എന്നവകാശപ്പെടുന്ന ഒരു സ്ഥലത്ത് കൈവിലങ്ങ് ഇട്ടുകൊണ്ട് ഒരു സ്ത്രീ പ്രസവിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് എത്രയോ ദുഃഖകരമായൊരു കാര്യമാണ്, അതും കോടതി മുറിയിൽ. അപ്പോൾ അവർക്ക് പ്രസവ വേദന വരുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് പിന്നെ കോടതിയിലുള്ള ആളുകൾ, ജഡ്ജി പറഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോയി. പിന്നെ ആ കോടതിയിലെ പോലീസ് ഇവരെ സഹായിച്ചു. ആ കുട്ടി കുഴപ്പമൊന്നുമില്ലാതെ പുറത്തു വന്നു. പിന്നെ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നവരെ അന്നേരം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തത് എന്തോ മയക്കുമരുന്ന് കേസിലാണ്. പിന്നെ ഹെറോയിനോ അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ കൈവശം വെച്ചതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇവരെ പലവട്ടം ഇതിനു മുമ്പും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് റെക്കോർഡുകൾ പറയുന്നത്, പോലീസും പറയുന്നത്. അവർ ഗർഭിണിയാണെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പം ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ രാവിലെ കൊണ്ടുപോയി കാണിച്ചു, പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആശുപത്രിക്കാർ വിട്ടു. പിന്നെ ഉച്ചയോടുകൂടിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതിനുശേഷം, ഈ സംഭവത്തിന് ശേഷം കോടതിയിലുണ്ടായിരുന്നവർ, ഈ സംഭവമെല്ലാം പ്രസവമെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയും കോടതി കൂടി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ ഇതിനെപ്പറ്റി തമാശ പറഞ്ഞു. ആ സ്ത്രീയെ വീണ്ടും ഡീഹ്യൂമനൈസ് ചെയ്തു. അവരുടെ മനുഷ്യത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, മനുഷ്യാവകാശങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവരെ ആക്ഷേപകരമായിട്ടാണ് പലരും സംസാരിച്ചെന്ന രീതിയിൽ പത്ര റിപ്പോർട്ടും കണ്ടു. എന്തായാലും ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ, എന്തായാലും ഇതിൽ പിന്നെ ഒരേ ഒരു കാര്യം, ഈ സംഭവത്തിന് ശേഷം അവർക്കെതിരെയുള്ള കേസ് കയ്യോടെ അങ്ങ് പിൻവലിച്ചു. ഡിസ്ട്രിക്ട് അറ്റോർണി ആ കേസ് റദ്ദാക്കി കളഞ്ഞു. അതിനി പിന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അത് നന്നായി. അല്ല പിന്നെ അവരുടെ കാര്യം, അവരുടെയും കൊച്ചിൻ്റെയും കാര്യം പിന്നെ സർക്കാർ ഏറ്റെടുക്കേണ്ട സ്ഥിതി വരുമായിരുന്നു. പിന്നെ ഇതുപോലെ മുമ്പൊരു സംഭവം കണ്ടത്, ഏതാനും വർഷം മുമ്പ് ഇതുപോലെ ഇമിഗ്രേഷൻ അറസ്റ്റിലായ ഒരു സ്ത്രീ, അവരെ കട്ടിലിൽ കെട്ടി, പിന്നെ അവരുടെ കട്ടിലിനോട് ചേർത്ത് വിലങ്ങ് വെച്ചിരിക്കുകയാണ് ഒരു കൈ. എന്നിട്ട് അവിടെ പിന്നെ അവർ പ്രസവിക്കേണ്ടി വന്നു. അപ്പോൾ ആ വിലങ്ങൊന്ന് അഴിച്ചു കൊടുക്കാനായിട്ട് ആ പോലീസുകാരൻ തയ്യാറായില്ല. കാരണം നിയമം അനുസരിച്ച് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിലങ്ങിട്ട് പിന്നെ കിടത്തണം അല്ലെങ്കിൽ നിർത്തണം എന്നുള്ളതാണ് നിയമം. അപ്പോൾ ആ നിയമത്തിൻ്റെ ആ ക്രൂരത ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലും അയവ് കാണിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അത്യന്തം ദുഃഖമാണ് തോന്നിപ്പോകുന്നത്. അതും അമേരിക്ക പോലുള്ള ഏറ്റവും പരിഷ്കൃത, ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള രാജ്യത്ത് നടക്കുന്ന ചില കാര്യങ്ങളാണിത് എന്ന് കരുതി എല്ലായിടത്തും ഇങ്ങനെ ആവണമെന്നില്ല. പിന്നെ ഇതോടനുബന്ധിച്ചാണ് ഈ പ്രസവ മരണങ്ങൾ, അതേപ്പറ്റി നമ്മൾ പിന്നെ വായിക്കുന്നത്. കഴിഞ്ഞ ദിവസവും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്ന ഒരു സ്ത്രീ കേരളത്തിൽ മരിക്കുകയുണ്ടായി. അപ്പോൾ പ്രസവം മരണം എന്ന് പറയുന്നത് പണ്ടുകാലത്ത് വളരെ ചുരുക്കമായിട്ടുണ്ടായിരുന്നു. പിന്നെ എത്രയധികം ഈ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്, നാച്ചുറലായ ഒരു കാര്യമാണ്. പക്ഷേ എന്നാൽ കൂടി ചില അവസരങ്ങളിൽ ഈ പിന്നെ പ്രശ്നങ്ങളുണ്ടാവും, മരണം സംഭവിച്ചു കൂടാഴുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ടത് കൂടുതലായിരുന്നുവെങ്കിൽ അന്ന് മെഡിക്കൽ സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. നേരെ മറിച്ച് ഇന്നിപ്പം മെഡിക്കൽ സൗകര്യങ്ങളുണ്ട്. എല്ലാ പ്രസവങ്ങളും തന്നെ ആശുപത്രിയിൽ ആകുന്നതാണ് ഇപ്പോഴത്തെ രീതി. എന്ന് മാത്രമല്ല, കൂടുതലും സിസേറിയനോടൊക്കെ താല്പര്യവും കൂടിയിരിക്കുന്നു. ഈ പ്രസവം, അതിൻ്റെ വേദന സഹിക്കേണ്ടതില്ല, അതിൻ്റെ ടെൻഷൻ എടുക്കേണ്ടതില്ല. ഈ പുറത്ത് നിൽക്കുന്നവരും പ്രസവിക്കുന്നവരും മാത്രമല്ല, പുറത്ത് നിൽക്കുന്നവരും ആ ഒരു എരുതിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അവർക്കും ടെൻഷനൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ആ രീതിയിലേക്ക് നമ്മൾ പിന്നെ മാറിയിരിക്കുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് പ്രസവിക്കുമെങ്കിൽ കൂടി സിസേറിയനാക്കി മാറ്റുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ കാണുകയും ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്കും ഇങ്ങനെയുള്ള മരണങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ മുമ്പൊരിക്കലൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അന്ന് ഈ നമ്മുടെ ഡോക്ടർമാരുടെ പിന്നെ കഴിവുകളിനെ ചോദ്യം ചെയ്യുന്ന ഒന്ന് രണ്ട് പരാമർശങ്ങളും, അതായത് ചില ഡോക്ടർമാർ, ഈ ഗൈനക്കോളജിയൊക്കെ ഇറങ്ങിയ ഡോക്ടർമാർ ഈ പ്രസവം എടുക്കാനുള്ള കാര്യങ്ങൾ പോലും അവർ ശരിക്കും പഠിക്കുന്നില്ലേ, അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിൽ സന്ദേഹം തോന്നുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ആ പഠനവും അല്ലെങ്കിൽ അറിവും അവർ വേണ്ടത്ര അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. എന്തായാലും വേണ്ടത്ര ഉണ്ടാവണം. അത് ഉറപ്പുവരുത്തേണ്ട കാര്യവുമാണ്. ഏറ്റവും ഈ മെഡിക്കൽ രംഗത്ത് ഒരു ഈഫും ബട്ടുമില്ല. ഒരിക്കൽ പോയി കഴിഞ്ഞാൽ തീർന്നു, അതുകൂടി അവസാനിച്ചു. അപ്പോൾ അങ്ങനെ ഒരു തെറ്റോ കുറ്റമോ അല്ലെങ്കിൽ ഒരു അബദ്ധമോ ഉണ്ടാവാൻ പാടില്ലാത്തൊരു രംഗമാണത്. അപ്പോൾ അതിനുള്ള പിന്നെ കർമ്മകുശലത ഡോക്ടർമാർക്കുണ്ടാവണം. അതിനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുകയും വേണം. അപ്പോൾ എന്തായാലും ഈ പ്രസവ മരണങ്ങൾ നമ്മെ വേദനിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ സമൂഹത്തെ തന്നെ വേദനിപ്പിക്കുന്ന സ്ത്രീയുടെ ഏറ്റവും ദുഃഖകരമായൊരവസ്ഥ, ഏറ്റവും ദയനീയമായൊരവസ്ഥ, ആ അവസ്ഥയിലാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സംവിധാനത്തിൻ്റെ കെടുകാര്യസ്ഥതയാണ് അതിന് കാരണമെങ്കിൽ അത് നമുക്ക്
അംഗീകരിക്കാനാവില്ല. നേരെ മറിച്ച് ഇപ്പം നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ആക്സിഡൻറ്റ് എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ആക്സിഡൻറ്റ് ഉണ്ടാവുന്നില്ലേ? വിമാനാപകടങ്ങൾ എത്രയൊക്കെ ശ്രദ്ധിക്കാതിരുന്നിട്ടാണോ? എല്ലാമുണ്ട്, എങ്കിൽ കൂടി എവിടെയെങ്കിലും എന്തെങ്കിലും പഴുതുകൾ അങ്ങനെ ഉണ്ടാവട്ടെ എന്നല്ലാതെ നമ്മുടെ കെടുകാര്യസ്ഥത മൂലം അല്ലെ നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കണം. ഇപ്പം മെഡിക്കൽ കോളേജിലെ കഴിഞ്ഞ ദിവസത്തെ ആ പ്രസവത്തെ പറ്റി തന്നെ പറയുന്നത് പിന്നെ സമയത്തിന് സിസേറിയൻ ചെയ്തിരുന്നെങ്കിൽ അത് പിന്നെ സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ അതിങ്ങനെ ദീർഘിപ്പിച്ച് പോയി. അപ്പോൾ അവർ ആ റിസ്ക് എടുത്തു, ആ റിസ്ക് ദോഷകരമായി തീർന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞുകൂടാ. എന്തായാലും പിന്നെ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടതാണ് മൻഹാട്ടനിൽ, ന്യൂയോർക്ക് സിറ്റിയിൽ പിന്നെ മാൻഹോളിൽ ഈ വഴിയിൽ താഴെ പിന്നെ മാൻഹോൾ നമുക്കറിയാമല്ലോ, അവിടെ പിന്നെ മൂടി തുറന്നു വെച്ചിരുന്ന ആ മൂടിയിൽ കൂടി താഴോട്ടൊരു സ്ത്രീ വീണ് അവർ മരിച്ചുപോയെന്ന്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും പുരോഗതിയുള്ള രാജ്യങ്ങളിൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ പിന്നെ സൈഡ് വാക്കിലൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ മര്യാദയ്ക്ക് നടന്നു പോയി ശ്രദ്ധിച്ച് പോയാൽ നമ്മുടെ ഭാഗ്യം. പിന്നെ വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ ഈ പിന്നെ പ്രത്യേകിച്ച് കടുത്ത മഴയോ വല്ലതൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട. ആ സമയത്ത് എവിടെയൊക്കെയാണ് വീഴുക, എതിലെവിടെയൊക്കെയാണ് ഒഴുകി പോകുന്നത് പറയാനും പറ്റില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ രാജ്യങ്ങളിലും ഒക്കെ സംഭവിക്കുന്നു.